ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റ് ഡിജിറ്റൽ കേബിൾ എക്സിബിഷനായ മെഗാ കേബിൾ ഫെസ്റ്റ് നവംബർ 6 മുതൽ 8 വരെ കൊച്ചി. മെഗാ കേബിൾ ഫെസ്റ്റിന്റെ 23ാമത് എഡിഷനാണ് കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ കേബിൾ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കേരള ഇൻഫോ മീഡിയ നവംബർ 6, 7, 8 തീയതികളിൽ കൊച്ചി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് മെഗാ കേബിൾ ഫെസ്റ്റ് നടത്തുന്നു. മെഗാ കേബിൾ ഫെസ്റ്റിന്റെ 23ാമത് എഡിഷനാണ്. ഡിജിറ്റൽ കേബിൾ TV, ബ്രോഡ്ബാൻഡ്, IPTV, OTT തുടങ്ങിയ രംഗത്തെ സാങ്കേതികവിദ്യ പരിചയപ്പെടുത്തുകയും എക്യുപ്മെന്റുകളെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന എക്സിബിഷനാണ്. ഈ രംഗത്തെ വിവിധ പ്രഗത്ഭർ വിവിധ സെക്ഷനുകളിലായിട്ട് ഇതേ സെമിനാറുകളിലും മറ്റും പങ്കെടുക്കുന്നുണ്ട്. ഈ മാധ്യമ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സിബിഷനാണ് മെഗാ കേബിൾ ഫെസ്റ്റ്. ഇത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഇവൻ്റാണ്, മീഡിയ ഇവൻ്റാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ വേഗത്തിലാണ് മീഡിയ സെഗ്മെന്റിൽ വരുന്ന മാറ്റങ്ങൾ. ഇപ്പോൾ AI ഉൾപ്പെടെ വന്നതോടുകൂടി പരമ്പരാഗത മാധ്യമങ്ങൾ വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാറ്റത്തെ കേരളത്തിൽ പരിചയപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റാണ് മെഗാ കേബിൾ ഫെസ്റ്റ്. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഈ രംഗത്തെ വിദഗ്ധരാണ് എത്തിച്ചേരുന്നത്. ഏറ്റവും പുതിയ ടെക്നോളജി, ഏറ്റവും പുതിയ സേവനങ്ങൾ ഒക്കെ അവിടെ ഷോക്കേസ് ചെയ്യുന്നുണ്ട്. 100-ലേറെ ബ്രാൻഡുകൾ പങ്കെടുക്കുന്നുണ്ട്. വിവിധ സെമിനാറുകളെ കുറിച്ച് ബ്രോഷറുണ്ട്. പ്രസക്തമായ വിഷയങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ലൈവ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് സെമിനാറുകളിൽ. അത് പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരും സാങ്കേതിക വിദഗ്ധരും അതിൽ പങ്കെടുക്കുന്നുണ്ട്. നല്ല രീതിയിലൊരു കവറേജ് പ്രതീക്ഷിക്കുന്നു. ഉദ്ഘാടനം രാവിലെ 10:30 ഉദ്ഘാടനം. കൊച്ചിയിലെ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യുന്നു. KM ഉണ്ണികൃഷ്ണൻ MLA മുഖ്യാതിഥിയാണ്. ഏഷ്യാനെറ്റിന്റെ ബിസിനസ് ഹെഡ് കിഷൻ കുമാർ മുഖ്യ പ്രഭാഷണം നടത്തും. കൊച്ചി കോർപ്പറേഷന്റെ കൗൺസിലർ CR സുധീർ, ബിനു ശിവദാസ് എന്നിവർ കൂടി അതിൽ ആശംസ അർപ്പിക്കുന്നുണ്ട്. അന്ന് വൈകുന്നേരമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സെമിനാർ, സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഇല്ലാതാകുന്നുവോ എന്നൊരു വിഷയം ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ചർച്ചകൾ വർഷങ്ങളായിട്ട് നമ്മൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണത്. അതിന്റെ ഒരു പ്രസക്തമായ ഒരു അന്വേഷണമാണ് വെളിയിൽ നടന്നത്. ഒരു മാതൃഭൂമിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ, മാതൃഭൂമി ന്യൂസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ രാജീവ് ദേവരാജ്, ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സീനിയർ ന്യൂസ് എഡിറ്റർ ഷാനി പ്രഭാകരൻ, മനോരമ ന്യൂസിന്റെ ഷാനി പ്രഭാകർ, ഏഷ്യാനെറ്റ് നാടകനന്ദ, റിപ്പോർട്ടർ TV സുജിയ പാർവതി, എഴുത്തുകാരി ആക്ടിവിസ്റ്റായ പ്രൊഫസർ സൂസൻ ജോർജ് എന്നിവർ പങ്കെടുക്കുന്നു ആ സെമിനാറിൽ. 2ാം ദിവസം നമ്മൾ തുടക്കത്തിൽ ടെക്നിക്കൽ സെമിനാറുകൾ കൂടിയാണ് തുടങ്ങുന്നത്. അതിനെ തുടർന്ന് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് മേഖലയിൽ ഏറ്റവും പ്രഗത്ഭർ പങ്കെടുക്കുന്ന ഒരു സെമിനാർ സെഷൻ അന്നുണ്ട്. ഉച്ചയ്ക്ക് 3 മണിക്കാണ് ബ്രോഡ്കാസ്റ്റ് ലീഡേഴ്സ് ടോക്ക്. അത് കേരള വിഷൻ ചെയർമാൻ K. ഗോവിന്ദൻ അധ്യക്ഷനാണ്. ശ്രീകണ്ഠൻ നായർ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. R. ശ്രീകണ്ഠൻ നായർ മാനേജിംഗ് ഡയറക്ടർ ഫ്ലവേഴ്സ് TV. സംസാരിക്കുന്നത് മുഹമ്മദ് മുസ്തഫ ടൈംസ് നൗ. G. ശങ്കരനാരായണ ഏഷ്യാനെറ്റ് കേബിൾ TVയുടെ വൈസ് ചെയർമാനാണ്. ഷഖിലൻ പത്മനാഭൻ മലയാളം ന്യൂസ് 24ന്റെ ചെയർമാനാണ്. പിന്നെ കേരള വിഷന്റെ മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാറും അതിൽ പങ്കെടുക്കുന്നുണ്ട്. അവസാന ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സെമിനാറിൽ വരുന്നത്. നമുക്കറിയാം, കേരളത്തിൽ തന്നെ 150-ലേറെ പ്രാദേശിക ചാനലുകളുണ്ട്. ടെലിവിഷനെ ഗ്രാമങ്ങളിലേക്കും ഒരു അത്തരം പിന്നോക്ക പ്രദേശങ്ങളിലേക്കും കൊണ്ടുപോയത് ശരിക്കും പറഞ്ഞാൽ അവരെ മാധ്യമ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതും പ്രാദേശിക മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. അവരൊക്കെ ഈ പുതിയ കാലത്തെ, ഇപ്പോൾ ഓൺലൈൻ മീഡിയ ഇൻഫ്ലുവൻസിന്റെ കൂടി വരുന്ന കാലത്ത് എങ്ങനെയാണ് ഈ നവീകരിക്കപ്പെടുന്നത് എന്നൊരു പ്രധാനപ്പെട്ട വിഷയം അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ന്യൂസ് എഡിറ്റർ ന്യൂസ് മലയാളം 24x7 TM ഹർഷൻ അതിൽ പങ്കെടുക്കുന്നു. മനീഷ് നാരായണൻ എഡിറ്റർ ദ ക്യൂ പങ്കെടുക്കുന്നു.
വിവിധ ചാനലുകളുടെ ഒരു ഐക്യപ്പെടലും ഒരു ക്ലസ്റ്റർ തലത്തിലുള്ള പ്രവർത്തനത്തെയും പരിചയപ്പെടുത്തുന്ന വിശകലനം ചെയ്യുന്ന ഒരു സെഷൻ അതിൽ നടക്കുന്നുണ്ട്. അതാണ് എം രാജ്മോഹൻ അത് അവതരിപ്പിക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട സെമിനാറുകൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നോളജിയെ കുറിച്ചുള്ള പല തരത്തിലുള്ള ഡിസ്കഷൻസും ഡെമോൺസ്ട്രേഷനും ഒക്കെ അവിടെ 3 ദിവസങ്ങളിൽ നടക്കും. വേറൊരു പ്രധാനപ്പെട്ട അതിഥി ഇതിൽ വരുന്നത് പീയൂഷ് ഗോയലാണ്. അത് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമാണ്. ജിയോ സ്റ്റാറിന്റെ TV ഡിസ്ട്രിബ്യൂഷൻ ഹെഡാണ്. വളരെ പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യയിൽ വിവിധ മാധ്യമ കമ്പനികളിലെ ലീഡ് ചെയ്ത ഒരു പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹം കൂടി ഈ ഇവന്റിന്റെ ഭാഗമാണിത്. കേരളത്തിലെ മാധ്യമ മേഖലയ്ക്ക് പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യമാണ് അദ്ദേഹം. സൗത്ത് ഇന്ത്യയിലെ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും മികച്ച എക്സിബിഷനാണ് അതിന്റെ ഒരു വലിയ പ്രധാനം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ രംഗത്തുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും കൂടി പരിചയപ്പെടുത്തുന്ന സെഷനുകളാണ്. പിന്നെ കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ ഓപ്പറേറ്റേഴ്സ് പങ്കെടുക്കുന്ന എക്സിബിഷൻ കൂടിയാണ്. സൗത്ത് ഇന്ത്യയിൽ ഒരു കോർഡിനേഷൻ ഉണ്ട്. പിന്നെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ആന്ധ്രയിലെയും കർണാടകയിലെയും ആളുകൾ ചേർന്നിട്ടുണ്ട്.